ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആദിമ ക്രൈസ്തവ സഭ അഭിമുഖീകരിച്ചൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഇന്ന് നമുക്കത് അത്രമാത്രം വലിയൊരു പ്രശ്നമല്ല. യഹൂദരായി ഏതാണ്ട് 2000 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 10-18 നൂറ്റാണ്ടുകളിൽ പരം വർഷങ്ങളിൽ ജീവിച്ച ഒരു ജനസമൂഹത്തിൻ്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ തുടർച്ചയാണ് ക്രൈസ്തവ വിശ്വാസം എന്നൊരു ബോധ്യത്തിൽ അവർ ഒരു യഹൂദനാകാതെ എന്ന് പറഞ്ഞാൽ പരിച്ഛേദനാചാരം അനുഷ്ഠിച്ചുകൊണ്ട് യഹൂദനാകാതെ യഹൂദ നിയമങ്ങൾ പാലിക്കുന്ന ഒരുവനാകാതെ ഒരുവൻ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം രക്ഷ പ്രാപിക്കുകയില്ല എന്നുള്ള ഒരു ചിന്താധാരയിൽ ജനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് പൗലോസ് അപ്പസ്തോലനെ ഈശോ പ്രത്യേകമായി വിളിച്ച് ഉയർത്തി അഭിഷേകം ചെയ്ത് വിജാതിയരുടെ അപ്പസ്തോലനായി നിയോഗിച്ച് പറഞ്ഞുവിടുന്നത്. അങ്ങനെ സഭയിൽ പൗലോസ്ലിഹായും പത്രോസ്ലിഹായും വിജാതിയർക്ക് സുവിശേഷം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ദൈവതിരഹിതം അന്വേഷിച്ച് അറിഞ്ഞ് ഇരിക്കുന്നൊരു കാലത്ത് യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് വന്നവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സംശയം തിരുത്താൻ വേണ്ടി ആദ്യത്തെ മാർപ്പാപ്പ പരിശുദ്ധാത്മ പ്രേരണയാൽ പരിശുദ്ധാത്മ അഭിഷേകത്താൽ വളരെ ശക്തമായ ഒരു പ്രബോധനം നൽകി. വിജാതീയരെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ യഹൂദരാവുകയും പിന്നീട് ക്രൈസ്തവരാവുകയും ചെയ്തവരല്ലാത്ത മറ്റ് മതങ്ങളിൽപ്പെട്ടവർ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നവരെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, മാനിക്കേണ്ടത്, അവരെ അംഗീകരിക്കേണ്ടത്, അവരെ വളർത്തേണ്ടത് എന്ന് ക്രൈസ്തവ സഭ മുഴുവനെയും പഠിപ്പിക്കാൻ വേണ്ടി ആദ്യത്തെ മാർപ്പാപ്പ അതിശക്തമായ ഒരു സന്ദേശം നൽകി. അത് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ 34, 35, 43 എന്നീ 3 വചനങ്ങളിലായിട്ട് കാണുന്നുണ്ട്. മറ്റു മതങ്ങളിൽപ്പെട്ടവരെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ അവർക്ക് രക്ഷ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ രക്ഷയെക്കുറിച്ച് എന്താണ് ഈശോയ്ക്ക് പറയാനുള്ളത്, സഭയ്ക്ക് പറയാനുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാന വചനം ഇതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 34, 35, 43. പത്രോസ് പറഞ്ഞു, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും അവൻ ഏതു ജനതയിൽപ്പെട്ടവനാണെങ്കിലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ അറിയുന്നു. വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ മാർപ്പാപ്പ പറയുകയാണ്, ഒരുവൻ നീതി പ്രവർത്തിക്കുന്നവനാണോ, ദൈവത്തെ ഭയപ്പെടുന്നവനാണോ എങ്കിൽ അവനെ ദൈവം സ്വീകരിക്കും. ഇവിടെ രക്ഷയുടെ അടിസ്ഥാനമായൊരു കാര്യമാണ് പറഞ്ഞത്. ദൈവം അവനെ സ്വീകരിക്കും. നീതി പ്രവർത്തിക്കുന്ന ദൈവഭയമുള്ള ഏതൊരുവനും ദൈവത്തിന് സ്വീകാര്യനാണ്. പക്ഷെ ഈ വചനത്തിൻ്റെ ഇണവചനം, ഇതിൻ്റെ അർത്ഥപൂർണ്ണിമ മനസ്സിലാക്കാൻ അതും കൂടെ വായിക്കണം. അതാണ് 43-ാമത്തെ വചനം. അത് വായിക്കാം. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടും. അപ്പോൾ പാപമോചനമില്ലാതെ രക്ഷയില്ല. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനമില്ലാതെ രക്ഷയില്ല. കാരണം രക്ഷയുടെ തടസ്സമാണ് ഈ പാപം. പാപമുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടുകയില്ല. കാരണം പാപം എന്ന് പറയുന്നത് നമ്മിലേക്ക് വരുന്ന പൈശാചികതയാണ്. പാപം ചെയ്യുന്ന ഒരുവനും എല്ലാവരും വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ പാപം ചെയ്തു കഴിഞ്ഞാൽ പാപത്തിലൂടെ നമ്മിലേക്ക് വരുന്നതാണ് പൈശാചികത. ഈ പൈശാചികതയാണ് ശാപം എന്ന് പറയുന്നത്. ഗലാത്യ 3:13 യേശുക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ മോചിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പാപത്തിൻ്റെ ഫലമായി വരുന്ന ശാപമാകുന്ന ഈ പൈശാചിക സാന്നിധ്യം, അതിൻ്റെ ബന്ധനം, അതിൻ്റെ അടിമത്തം, അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ട കാര്യം എന്താണെന്ന് പത്രോസ് മാർപ്പാപ്പ പറയുന്നു. അവനിലുള്ള വിശ്വാസം വഴിയാണ് ഈ രക്ഷ കിട്ടുന്നത്. യേശുവിലുള്ള വിശ്വാസം വഴിയാണ് ഈ പാപമോചനം കിട്ടുന്നത് എന്ന് മാത്രമല്ല, ആ വിശ്വാസം ഒരാൾ
നമുക്ക് ഉണ്ടാകണമെങ്കിൽ അയാളിൽ ദൈവഭയം ഉണ്ടാകണം. ദൈവഭയം ഉണ്ടെങ്കിലേ നമുക്ക് പാപമില്ലാതെ ജീവിക്കാനും പാപമോചനം തരുന്ന യേശുവിൻ്റെ പക്കലേക്ക് തിരിയാനും നമ്മളെ പാപികളും ശാപഗ്രസ്തരുമാക്കുന്ന പിശാചിൽ നിന്ന് വിട്ടകന്ന് യേശുവിനോട് ഐക്യപ്പെടാനും സാധിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതവും എല്ലാം തന്നെ യേശുവിലൂടെയുള്ള രക്ഷ, നിത്യരക്ഷ, അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നയിക്കാനായിട്ട്. ആ യേശുവിൽ ജീവിക്കുകയും യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ അനുസരിച്ച് മുന്നേറുകയും ചെയ്യുന്ന എല്ലാവർക്കും അവിടുന്ന് സൗജന്യമായി നൽകുന്ന ആ രക്ഷ നമുക്കെല്ലാവർക്കും സ്വന്തമാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.